ആ കല്യാണത്തിന് 2 ദിവസമല്ലേ ഉള്ളു. മക്കളൊന്നും ബുക്കൊക്കെ ആയിട്ട് വന്നത്. ഇവിടുന്ന് സ്ത്രീധനത്തിന്റെ ലിസ്റ്റ് തന്നില്ലേ, അതൊന്ന് നോക്കാൻ വന്നേനെ. ഇവിടെ എന്തൊക്കെ ഉണ്ട് അതെനിക്ക് തരണ്ടല്ലോ. ഇതെന്തോ നിയമം? ഇതാണ് പുതിയ നിയമം. കല്യാണ ചെറുക്ക എവിടെ? അവൻ കൂട്ടുകാരനെ കല്യാണം വിളിക്കാൻ പോയിരുന്നു. ബൈക്കിൽ പോയ കത്ത് പോകുന്നു പറഞ്ഞ് കാർ കൊടുത്തോണ്ട് പോയത്. ഇവിടെ കാർ ഉണ്ടായിരുന്ന, എന്നിട്ടാണ് എന്റെ അച്ഛനോട് കാർ സ്ത്രീധനായിട്ട് വേണമെന്ന് പറഞ്ഞ. അപ്പൊ കാർ ക്യാൻസൽ. മോളെ അത് പഴയതാണ്. അതിനെന്തമ്മ, അമ്മ കേട്ടിട്ടില്ലേ, പുത്തൻ 9 നാള് പഴയ 100 നാള്. ഇതാണ് ഇതാണ് നിന്റെ നാത്തും. ഇവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. ഇന്നിപ്പോ വന്നതേ ഉള്ളു. അപ്പൊ പിന്നെ സ്വർണ്ണം ക്യാൻസൽ, അല്ലെങ്കിൽ എവിടെ മൊത്തം അടിച്ചോണ്ട് പോകൂലേ. എന്റെ നല്ല തരാൻ. ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്ന, എന്നിട്ട് എന്തിനമ്മ എന്റെ അച്ഛന്റെ അടുത്ത് ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞത്? ഫ്രിഡ്ജും ക്യാൻസൽ. മക്കളെ ചീത്തായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വർക്കാവൂല. അമ്മ അത് നല്ലൊരു പണിക്കാരനെ വിളിച്ച് ശരിയാക്കിയ പിന്നെ അത് അനങ്ങത്തില്ല. ബാത്റൂമിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, റൂമിൽ AC ഉണ്ട്. അപ്പൊ അത് 2 ക്യാൻസൽ. അമ്മ ഇവിടെ ഞാൻ സ്ത്രീധനത്തിന്റെ ലിസ്റ്റിലെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്, പാത്രങ്ങൾ സഹിതം ഉണ്ട്. പിന്നെ ഡ്രസ്സ്, അതിപ്പോ എനിക്ക് പുതിയത് തന്നെ ഇന്നൊന്നും നിയമമൊന്നുമില്ല. അമ്മയുടെ പഴയ സാരിയാ അല്ലെങ്കിൽ നാത്തൂന്റെ പഴയ ചുരിദാറാ, അതൊക്കെ തന്നാലും ഞാൻ അതൊക്കെ ഇട്ടാ. നീ കല്യാണ സാരി മാത്രം എടുത്തോണ്ട് വരൂ. നാട്ടുകാരെന്തോന്ന് പറയും? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങിച്ചു എന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചുവിട്ട് അവര് വന്ന് എന്റെ അച്ഛന്റെ കടമൊക്കെ തീർത്തരോ. അപ്പൊ മറ്റേതാ കല്യാണത്തിനാണ്. ബൈ നാത്തൂനെ. എന്തെല്ലാം കണക്കൂട്ടലായിരുന്നു.